ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് 2 കപ്പലുകളാണ് മത്സരയോട്ടം നടത്തുന്നത്. അതായത് നവംബർ 25, 2024 ആരാണ് വിഴിഞ്ഞം പോർട്ടിനകത്ത് കയറുന്നത് എന്നുള്ള മത്സരയോട്ടത്തിലാണ് 2 കപ്പലുകളുള്ളത്. നമുക്ക് ആ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോകാം. രണ്ട് കപ്പലുകളിൽ ആദ്യമായി നോക്കുന്ന കപ്പൽ MSC മരിയ ക്രിസ്റ്റിനെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കേണ്ടത് കപ്പൽ ഇപ്പോൾ എവിടെ എത്തി എന്നാണ് അറിയേണ്ടത്. വിഴിഞ്ഞം പോർട്ടിലേക്ക് തന്നെയാണ് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും കപ്പലിന്റെ കറണ്ട് പൊസിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ മരിയ കൃഷ്ണ എന്ന് പറയുന്ന കപ്പൽ. ഇനി നമുക്ക് കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ്, അതായത് കറണ്ട് സ്പീഡ് എന്ന് പറയുന്നത് 14.9 നോട്ടിക്കൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ INNY എന്ന ഡെസ്റ്റിനേഷൻ കോഡോട്, അതായത് വിഴിഞ്ഞത്തിന്റെ ഡെസ്റ്റിനേഷൻ കോഡോട് കൂടി വരുന്ന ഷിപ്പാണ് MSC മരിയ കൃഷ്ണ. പക്ഷേ കറക്റ്റ് കോഡ് എന്ന് പറയുന്നത് INNYY1 എന്നുള്ള കോഡാണ്. ഇതിൽ 1 മിസ്സിംഗ് ആണ്. എങ്കിലും നിലവിൽ IN എന്ന് പറയുന്ന ഇന്ത്യയുടെ കോഡും NYY എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം പോർട്ട് ഉള്ളതിനാൽ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഉള്ളതിനാൽ ആ നെയ്യാറ്റിങ്കരയുടെ താലൂക്കിന്റെ കോഡായ NYY, അതാണ് NYY. അങ്ങനെയാണ് INYY എന്ന് വന്നത്. അങ്ങനെ കോഡോട് കൂടി വരുന്ന ഷിപ്പാണ് MSC മരിയ കൃഷ്ണ. ETA എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ എന്ന് പറയുന്നത് 25/1/2024 3 മണിക്ക് വിഴിഞ്ഞം പോർട്ടിൽ എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 15.4 മീറ്റർ ആണ്. നല്ലൊരു ഡ്രാഫ്റ്റ് തന്നെയാണ് ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 24/11 ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. അത് ടൈം 12:48 PM തന്നെയാണ്. വളരെ വേഗം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഷിപ്പ് ഏത് പൊസിഷൻ, അതായത് ഏത് പോർട്ടിൽ നിന്നാണ് ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഈ പറയുന്ന മാർക്കിംഗ്, ഈ പറയുന്ന റെഡ് മാർക്കിംഗ് നമുക്ക് വളരെ വ്യക്തമായിട്ടും നമുക്ക് ഈ പറയുന്ന ലോക മാപ്പിൽ തന്നെ നമുക്ക് ഏതൊക്കെ പോർട്ട് ഈ ഷിപ്പ് കയറിയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ സാധിക്കും. അവസാനമായി കയറിയ പോർട്ട്, അതായത് വിഴിഞ്ഞം പോർട്ടിൽ വരുന്നതിന് മുന്നേ കയറിയ പോർട്ട് സിംഗപ്പൂരിലെ നമ്മൾ ഈ കാണുന്ന ജുറോങ് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. പക്ഷേ അതിന് മുന്നേ കയറിയ പോർട്ടും നമുക്കറിയാൻ സാധിക്കും. അതിന് മുന്നേ കയറിയ പോർട്ട് തീർച്ചയായിട്ടും ചൈനയിലെ പോർട്ട് തന്നെയാണ്. ചൈനയിലെ യാങ്ചിൻ പോർട്ട് തന്നെയാണ് അതിന് മുന്നേ കയറിയ പോർട്ട്. ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത പോർട്ട് നമുക്ക് നോക്കാം. ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത പോർട്ട് നിലവിൽ ഈ പോർട്ടാണ്, നിങ്ബോ പോർട്ട്. അതും ചൈനയിലെ പോർട്ട് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ലോകരാജ്യങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അത്ര അധികം പ്രോഡക്റ്റുകളാണ്, ചൈന പ്രോഡക്റ്റുകൾ ലോകമെമ്പാടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ധാരാളം ഷിപ്പുകൾ ഈ പറയുന്ന ചൈനയിലെ പോർട്ട് വഴി തന്നെയായിരിക്കും ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മദർ ഷിപ്പുകളുടെ ഒരു മദർ ഷിപ്പ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള MSC മരിയ കൃഷ്ണ. ഇനി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 9968-279, ഫ്ലാഗ് ലൈബീരിയ. അതുമാത്രമല്ല ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 21/10/2024 ബിൽഡ് ചെയ്ത ഷിപ്പ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് 11ാം മാസത്തിലാണ്. അതായത് 1 മാസം മുന്നേ, അല്ലെങ്കിൽ ഷിപ്പ് നിലവിൽ കടലിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസം തന്നെ ആയിട്ടുള്ളൂ. 21/10/2024 ബിൽഡ് ചെയ്ത ഷിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ഷിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. ഷിപ്പിന്റെ ലെന്ത്, ഓവറോൾ ലെന്ത് എന്ന് പറയുന്നത് 366 മീറ്ററും, ബെർത്ത്, ബീം അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത് 51 മീറ്ററും, മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 30.2 മീറ്ററും, മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 17 മീറ്ററും, മാക്സിമം ഷിപ്പിന് സ്പീഡിൽ പോകാൻ സാധിക്കുന്നത് 22 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോകാൻ സാധിക്കുന്ന ഷിപ്പിന് ഏകദേശം 16,550 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 2050 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഷിപ്പാണ് MSC മരിയ കൃഷ്ണ എന്ന് പറയുന്ന ഷിപ്പ്, ക്രിസ്റ്റീന എന്ന് പറയുന്ന ഷിപ്പ്. നമുക്കിനി ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം വേറെ ഏത് പോർട്ടിലേക്കാണ് പോകുന്നതും അതും നമുക്ക് നോക്കാം. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിഴിഞ്ഞം പോർട്ടിൽ 25-ാം തീയതി വരും. അതിനുശേഷം 26/11/2024 കൊളംബോ പോർട്ടിലേക്കാണ് ഷിപ്പ് പോകുന്നത്. അപ്പോൾ നിലവിലെ ഏറ്റവും വലിയ പോർട്ടുകൾ സന്ദർശിച്ചതിന് ശേഷമാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം കൊളംബോ പോർട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ്
നമ്മുടെ മരിയ ക്രിസ്റ്റീന എന്ന് പറയുന്ന ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽ. ഇനി നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന അടുത്ത ഷിപ്പ്, അതായത് മത്സരയോട്ടം നടത്തുന്ന രണ്ടാമത്തെ ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അടുത്ത ഷിപ്പ് നമ്മൾ ഈ കാണുന്ന പോലെ GHT മരിനാസ് ആണ്. അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ക്രെയിനുമായി വന്നുകൊണ്ടിരിക്കുന്ന ഷിപ്പാണ് GHT മരിനാസ് ഷിപ്പ്. പണ്ട് മുതലേ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ക്രെയിനുമായിട്ട് വരുന്ന പല ഷിപ്പുകളും, അതായത് 100% ഷിപ്പുകളും ഷെൻഹുവ സീരീസിൽപ്പെട്ട ഷിപ്പുകൾ തന്നെയാണ്. അതേ സീരീസിൽപ്പെട്ട ഷിപ്പ് തന്നെയാണ് ഷെൻഹുവ 16 തന്നെയാണത്. പുതിയ മാനേജ്മെന്റ് സിസ്റ്റം ആയതുകൊണ്ടാണ് അതിന്റെ പേര് മാറ്റി GHT മരണ എന്നാക്കിയിട്ടുള്ളത്. നമുക്ക് ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മളെ കണ്ട ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിന്റെ അടുത്താണ് ഷിപ്പ് ഉള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിന്റെ സ്പീഡ് 9.7 നോട്ടിക്കൽ മൈൽ സ്പീഡ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം IN എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വിഴിഞ്ഞം എന്ന പോർട്ടിന്റെ സ്ഥലത്തിന്റെ പേരും IN എന്ന് പറയുന്ന ഇന്ത്യയുടെ കോഡുമാണ്. പക്ഷേ ഇപ്പോഴിറങ്ങിയ പല ഷിപ്പുകളും, അല്ലെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് വരുന്ന പല ഷിപ്പുകളും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ കോഡായ INNYY1 എന്ന് പറയുന്ന കോഡ് ഉൾപ്പെടെ വരുമ്പോൾ നമുക്ക് ഈ ഷിപ്പിൽ കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞം IN എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. എക്സ്പെക്റ്റിംഗ് ടൈം ETA 25/11/2024 5:30 PM ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് 8.2 മീറ്റർ ആണ് ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ്. അത് ഞാൻ എൻഫോൺ റിസീവ് ചെയ്യുന്നത് 24/11/2024 1:21 PM ആണ്. നമുക്ക് ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽ, ഷിപ്പിന്റെ IMN നമ്പർ 80146667, ഫ്ലാഗ് ലൈബീരിയ. ഇത് ഈ പറയുന്ന വെസൽ ടൈപ്പ് കണ്ടെയ്നർ ഷിപ്പാണെങ്കിൽ കണ്ടെയ്നർ ഷിപ്പ് എന്നാണ്. ഇത് ഹെവി ലോഡ് കാരിയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള സാധനങ്ങൾ കയറ്റിപ്പോകുന്നതിന് ഹെവി ലോഡ് കാരിയർ എന്നാണ് ഷിപ്പിൽ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ള വളരെ പഴക്കം ചെന്ന ഷിപ്പ് തന്നെയാണ്. 30/3/1982 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ് ഈ പറയുന്ന GHT മരിനാസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഷെൻഹുവ 16. രജിസ്ട്രേഡ് ഓണർ ഗോൾഡൻ ഗേറ്റ് ഷിപ്പിംഗ് ലിമിറ്റഡ് ആണ് രജിസ്ട്രേഡ് ഓണർ. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് എന്ന് പറയുന്നത് 241 മീറ്ററും ബെർത്ത് എന്ന് പറയുന്നത് 42 മീറ്ററും മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 13.5 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 8.5 ആണ്. ഇപ്പൊ നമ്മളെ ഈ പറയുന്ന മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്പിൽ പറയുന്ന പോലെ ഈ ഷിപ്പുകൾ ഡെഡ് വെയിറ്റ് ആണ് പറയുന്നത്. ഏകദേശം 45,029 ഷിപ്പിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്. കാരണം വിഴിഞ്ഞം പോർട്ടിൽ ഏകദേശം ഒരു ക്രെയിൻ എന്ന് മാത്രമേ ഇറക്കാനുള്ളൂ. കാരണം നമുക്ക് പണ്ട് പോലെ അറിയാം, ഒരു ക്രെയിൻ, അതായത് നമ്മുടെ യാർഡ് പോർഷനിൽ 24 യാർഡ് ക്രെയിനാണ് വേണ്ടിയുള്ളത്. അതിൽ 23 മാത്രമേ ഉള്ളൂ. ബാലൻസ് ഉള്ള കാൻഡിലിവർ റെയിൻ മോട്ടർ ഗ്രാൻഡി ക്രെയിൻ ഒരു ക്രെയിനുമായിട്ടാണ് ഈ കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കപ്പൽ ധാരാളം ക്രെയിൻ ഉണ്ടെങ്കിലും വിഴിഞ്ഞം പോർട്ടിൽ ഒരു ക്രെയിൻ മാത്രമാണ് ഇറക്കി വെക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ കപ്പൽ ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ഷാങ്ഹായിലെ ചാൻസിംഗലിന്റെ പോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് ഷാങ്ഹായി ചാൻസിംഗലിന്റെ പോർട്ടും എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെയാണ് നമ്മളെല്ലാം പോർട്ടുള്ളത്. ഇതാണ് ചാൻസിംഗലിന്റെ പോർട്ടിൽ നിന്നാണ് ഈ കാണുന്ന ധാരാളം വർണ്ണശബലമായ അല്ലെങ്കിൽ ധാരാളം നിറത്തിലുള്ള ക്രെയിനുകൾ നമുക്ക് ഷാങ്ഹായിലെ ചാൻസിംഗലിന്റെ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഈ ക്രെയിൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം നമുക്ക് ഈ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ സ്ഥലങ്ങളും ക്രെയിനുകളും പോർട്ടുകളും എല്ലാം കാണുന്നത് നിലവിൽ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തന്നെയാണ്. പക്ഷേ നിലവിൽ ഈ പറയുന്ന ഷിപ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് കറണ്ട് ആണെങ്കിലും നിലവിൽ ഈ പറയുന്ന ക്രെയിനുകളുള്ളത് കറക്റ്റാണോ നിർബന്ധമില്ല. പക്ഷേ ഇതുപോലുള്ള ധാരാളം ക്രെയിനുകളാണ് ദിനം പ്രതി ഇവിടെ നിന്നും ലോകത്തിന്റെ പല പോർട്ടിലേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ബ്ലൂ കളറിലെ നിറമുള്ള ക്രെയിനാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നത്. ഇത് STS ക്രെയിനുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യാർഡ് ക്രെയിനിലൊന്നാണ് നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. കറക്റ്റ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ചാൻസിംഗലിന്റെ പോർട്ടിൽ നിന്നും ഷിപ്പ് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഷിപ്പ് പോകുന്ന പൊസിഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈസ്റ്റ് ചൈന സീ ആണ്. ഈസ്റ്റ് ചൈന സീ വഴി തായ്വാൻ പിന്നിട്ടതിന് ശേഷം നിലവിൽ നമ്മൾ ഈ കാണുന്ന സിയാമിൻ പോർട്ട്, ഹോങ്കോങ്, സൗത്ത് ചൈന സീയിലെത്തിയ ശേഷം നേരെ സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെ ഒരു മലാക്ക കടലെടുക്കുണ്ട്. എല്ലാവർക്കും വളരെ സുപരിചിതമാണ് മലാക്ക കടലെടുക്ക്. അതിനുശേഷം ആൻഡമാൻ നിക്കോബാർ സീയിലെത്തിയ ശേഷം ബേ ഓഫ് ബംഗാൾ കയറി നമ്മളിപ്പോൾ കാണുന്ന ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിന്റെ അടുത്തുകൂടി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്കാണ് ഈ ഷിപ്പ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ഷിപ്പുകളാണ്, ഒരു മദർ വെസലും നിലവിൽ ക്രെയിൻ കൊണ്ടുവരുന്ന കപ്പലും 2 ഷിപ്പുകളുമാണ് മത്സരം വെച്ച് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഈ സൂം ചെയ്ത് നോക്കുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ വർക്കുകൾ
ഇതിൽ നമുക്ക് ഒന്നും നടന്നതായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഷിപ്പിൻ്റെയും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഗൂഗിൾ എർത്ത് മാപ്പ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മുടെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ എല്ലാത്തിലും തന്നെ കാണിക്കുന്നത്. അതിനാൽ ഇത് കറണ്ട് അപ്ഡേഷൻ അല്ല, നിലവിൽ പക്ഷേ ഷിപ്പ് ട്രാക്കിംഗ് മാത്രമാണ് കറണ്ട് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് 2 ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതൊരു ഷിപ്പും വരുന്നുണ്ട്. ആ ഷിപ്പിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. മൂന്നാമൻ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു, MSC എമ്മയുടെ കറണ്ട് സ്റ്റാറ്റസ്, അതായത് ഷിപ്പ് ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഷിപ്പിന്റെ കറണ്ട് പൊസിഷൻ. ഇപ്പോൾ മഡഗാസ്കർ കഴിഞ്ഞ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലക്ഷ്യമാക്കി വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന MSC എമ്മേനാണ് കാണാൻ സാധിക്കുന്നത്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷിപ്പിന്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ സ്പീഡ് 20.7 നോട്ടിക്കൽ സ്പീഡ്, വലിയ ഫാസ്റ്റ് തന്നെയാണ്, വളരെ സ്പീഡ് തന്നെയാണ് ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ ഇറ്റുവായ് ടു വിഴിഞ്ഞം എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് വിഴിഞ്ഞത്തിന്റെ കോഡല്ല, 2 രാജ്യത്തിന്റെ സ്ഥലത്തിന്റെ പേരും രാജ്യത്തിന്റെ ഫ്ലാഗും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ ഡെസ്റ്റിനേഷൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ ETA എന്ന് പറയുന്നത് 27/11/2024 8 PM ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ എത്തും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് 13.1 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പ്, അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 24/11/2024 1:38 PM ആണ്. ഇനി നമുക്ക് ഇറ്റുവായ് പോർട്ട് എവിടെയാണെന്നും ഏതു വഴിയാണ് ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഇറ്റുവായ് പോർട്ട് നോക്കാം. നമ്മൾ ഈ കാണുന്ന ബ്രസീലിലെ ഈ പോർട്ടാണ് ഇറ്റുവായ് പോർട്ട്. പല വമ്പൻ ഷിപ്പുകളും വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നത് നമ്മൾ ഈ കാണുന്ന ഇറ്റുവായ് പോർട്ടിൽ നിന്നാണ്. ഇറ്റുവായ് പോർട്ടിൽ കണ്ടെയ്നർ ഡിസ്ചാർജ് അല്ലെങ്കിൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കഴിഞ്ഞ ശേഷം വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന ധാരാളം ഷിപ്പുകൾ, നമ്മുടെ ഷിപ്പിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഇറ്റുവായ് പോർട്ടുകൾ. ധാരാളം ബൾക്ക് ഏരിയർ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതാണ് ഈ പറയുന്ന പോർട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പല രീതിയിൽ ആ ഒരു ഭൂമി ഘടന നോക്കിയിട്ടാണ് പല പോർട്ടിന്റെ സ്ട്രക്ചർ ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ഇറ്റുവായ് പോർട്ടും അതിലെ ബ്രേക്ക് വാട്ടറിന്റെ ഈ പറയുന്ന പൊസിഷനൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് ഷിപ്പ്, ഇങ്ങനെയാണ് ഷിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. ഷിപ്പ് ഇറങ്ങിയതിന്റെ ആരോ മാർക്കാണ് റെഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷിപ്പ് പോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇത് നമുക്ക് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ സൗത്ത് അറ്റ്ലാന്റിക് ഓഷൻ വഴി നേരെ സൗത്ത് ആഫ്രിക്ക തൊട്ടില്ല എന്ന് പറഞ്ഞോ, സൗത്ത് ആഫ്രിക്കയുടെ അടുത്തുകൂടി തന്നെയാണ് ഷിപ്പ് നേരെ മഡഗാസ്കറിനും സൗത്ത് ആഫ്രിക്കയുടെ ഇടയിൽ കൂടി നേരെ ഇപ്പോൾ ഷിപ്പ് എത്തിയിരിക്കും. പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവഴി നേരെ വന്നതിന് ശേഷം നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ഷിപ്പ് പോർട്ടിലേക്കാണ് ഷിപ്പ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9463-047, ഫ്ലാഗ് ലൈബീരിയ, വെസൽ ടൈപ്പ് കണ്ടെയ്നർ ഷിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 4/5/2011 ഷിപ്പാണ് MSC എമ്മ. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 366 മീറ്ററും ബെർത്ത് ബീം അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത് 48.2 മീറ്ററും മാക്സിമം ഡെപ്ത് 29.9 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 15.5 ആണ്. മാക്സിമം സ്പീഡിൽ പോകാൻ സാധിക്കുന്നത് 25.8 നോട്ടിക് മൈൽ സ്പീഡ്. ഇപ്പോൾ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് 20 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയാണ്. നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഷിപ്പ് പോകുന്നത്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 13,092 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയിൽ നമുക്ക് 800ഓളം റീഫർ കണ്ടെയ്നറും ഈ ഷിപ്പിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇതാണ് ഈ 3 ഷിപ്പിന്റെയും വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വലിയ മദർ ഷിപ്പുകളുടെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അടുത്തും ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അടുത്തും ധാരാളം ഫീഡർ വെസലുകളും മദർ വെസലുകളും വിഴിഞ്ഞം പോർട്ടിൽ ലക്ഷ്യമാക്കി വന്നിട്ടുണ്ടാവും. അതുമാത്രമല്ല വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന ഷിപ്പിന്റെ ഒരു ഡീറ്റെയിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ അതും ഒരു വ്യത്യസ്തമായ ഷിപ്പ് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിലവിൽ വിഴിഞ്ഞം പോർട്ടിലുള്ള ഷിപ്പിന്റെ ഡീറ്റെയിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അധികം വർക്കൊന്നും നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇത്രത്തോളം അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ അതല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ 2 ഷിപ്പുകളാണ് ഒരേ സമയം നമ്മുടെ ബെർത്തിൽ മൂറിങ്ങിലായിട്ടുള്ളത്. പലപ്പോഴായിട്ട് 2 ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ ബെർത്തിങ്ങും മൂറിങ്ങും നടക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൂറിങ്ങിലുള്ള ഷിപ്പിന്റെ കണ്ടെയ്നർ മാറ്റുന്നതും അൺലോഡ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന 2 ഷിപ്പിന് ധാരാളം പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ വേറൊന്നുമില്ല, ഈ 2 ഷിപ്പുകളും വലിപ്പത്തിന്റെ കാര്യത്തിൽ വലിയ ഷിപ്പുകളാണ്. ഇതുവരെ വന്നത് ഒരു വലിയൊരു മദർ ഷിപ്പാണെങ്കിൽ വളരെ ചെറിയ ഫീഡർ വെസലായിരിക്കും, അല്ലെങ്കിൽ വലിയ 2 ഫീഡർ വെസലായിരിക്കും.
അല്ലെങ്കിൽ ചെറിയ 2 ഫീഡർ വെസലായിരിക്കും. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ഒരു മദർ വെസലും ഫീഡർ വെസലും എന്ന് പറഞ്ഞാൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ വലുതാണ്. നമുക്ക് ആ ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഷിപ്പ് MSC വിവയാന. MSC വിവയാന ഡീറ്റെയിൽ ഫുൾ എടുക്കണ്ട, നമുക്ക് അതിന്റെ ലെന്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 400 മീറ്റർ നീളമുള്ള ഷിപ്പാണ് MSC വിവയാന എന്ന് പറയുന്ന ഷിപ്പ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും നീളത്തിന്റെ കാര്യത്തിൽ വലിയ ഷിപ്പ്, അതായത് നീളത്തിന്റെ കാര്യത്തിൽ വലിയ ഷിപ്പ് എന്ന് പറയുമ്പോൾ MSC അന്നയ്ക്ക് സമം. MSC അന്നയാണ് വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെ വന്നതിൽ വെച്ച് നീളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഷിപ്പ്. അതേ വലിപ്പമുള്ള MSC വിവയാനയാണ് വിഴിഞ്ഞം പോർട്ടിലെ രണ്ടാമത് വന്ന ഷിപ്പ്. അതായത് ഇപ്പോൾ മദർ ഷിപ്പുകൾ ധാരാളമായി ഫീഡർ വെസൽ വരുന്നത് പോലെ തന്നെ മദർ വെസലുകളും വിഴിഞ്ഞം പോർട്ടിൽ ധാരാളമായി വന്നു പോകുന്നുണ്ട്. അതുമാത്രമല്ല രണ്ടാമതായി നമ്മുടെ പോർട്ടിൽ നിൽക്കുന്ന ഷിപ്പാണ് MSCയുടെ തന്നെ വലിയ ഷിപ്പ് MSC സര്യ 3 എന്ന് പറയുന്ന ഷിപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ ഷിപ്പിന്റെ ഡീറ്റെയിൽ എടുക്കാം. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെന്ത് മാത്രം നമുക്ക് നോക്കാം. ലെന്ത് എന്ന് പറയുന്നത് ഏകദേശം 207 മീറ്ററാണ് ഈ പറയുന്ന സര്യ 3 എന്ന് പറയുന്ന ഷിപ്പിന്റെ ലെന്ത്. ടോട്ടൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 207ഉം 400ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഈ പറയുന്ന 607 മീറ്റർ 2 ഷിപ്പിന്റെ മാത്രം ലെന്തായി. അതുമാത്രമല്ല 2 ഷിപ്പുകളിൽ തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം ഇന്റർനാഷണൽ ഷിപ്പിംഗ് നിയമം അനുസരിച്ച് 40 മീറ്റർ ആണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ദയവായി നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുക. അപ്പോൾ അറിയാത്തവർ കൂടി അറിവായി മാറും. ടോട്ടൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 647 മീറ്ററോളം ബെർത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ബെർത്ത് ഈ 2 ഷിപ്പുകൾ തമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്നു. 800 മീറ്ററാണ് നമ്മൾ ഈ കാണുന്ന ബെർത്ത് പോർഷൻ. 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് 467 മീറ്റർ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായി സാധിച്ചത്. ഇനി പോകും തോറും 2 മദർ വെസലുകളുടെ ധാരാളം ഷിപ്പുകൾ വരുന്ന സമയത്ത് ബെർത്തിന്റെ 800 മീറ്ററും തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ പറയാൻ കാരണം ഇതുവരെ വന്നതിൽ വെച്ച്, അതായത് നമ്മുടെ ഈ പറയുന്ന ഈ ട്രയൽ റൺ തുടങ്ങിയിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. 4 മാസം വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബെർത്തിന്റെ പോർഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ 2 ഷിപ്പുകളുമാണ്. ആദ്യമായിട്ടാണ് 2 ഷിപ്പുകൾ ഏറ്റവും കൂടുതൽ ബെർത്തിങ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.